നമസ്കാരം. UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എല്ലാ ഡ്രൈവേഴ്സും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ M62 മോട്ടോർവേ അടയ്ക്കുകയാണ്. UKയിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നായ M62 മോട്ടോർവേയിൽ ഇതാദ്യമായി അടയ്ക്കുകയാണ്. ലിവർപൂളിനെ മാഞ്ചസ്റ്റർ, ലിഡ്സ്, ഹാൾ തുടങ്ങിയ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 107 മൈൽ നീളത്തിൽ കിടക്കുന്ന M62 1960 പ്രവർത്തനക്ഷമമായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് അടച്ചിടുന്നത്. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ നെറ്റ്വർക്ക് റെയിൽ പുതിയ റെയിൽവേ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മോട്ടോർവേ അടച്ചിട്ടിരിക്കുന്നത്. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ പഴയ 130 അടി പാലത്തിനും പകരമായി 22 മില്യൺ പൗണ്ടിന്റെ പുതിയ പാലം നിർമ്മിക്കുകയാണ്. ഈ പണി പൂർത്തിയാക്കുന്നതിനായി വരുന്ന 2 വാരാന്ത്യങ്ങളിൽ അടക്കം ചില ദിവസങ്ങളിൽ M62 അടച്ചിടേണ്ടി വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം പഴയ പാലം പൊളിക്കുന്നതിനും അതിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും വേണ്ടി ആയിരിക്കും റോഡ് അടച്ചിടുക. അടുത്ത 2 ആഴ്ചകളിൽ യാത്രക്കാർ തങ്ങളുടെ യാത്രാ പരിപാടികൾ പരിശോധിക്കണമെന്ന്, പാലം പണി ബാധിക്കുന്ന ഇടങ്ങൾ ഒഴിവാക്കണമെന്നും നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. റോഡ് അടച്ചിടുമ്പോൾ ഗതാഗതം തിരിച്ചുവിടുന്നതിന് ബദൽ റോഡുകൾ ഇതുവരെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാർഗമുള്ള യാത്ര ദുഷ്കരമായേക്കാം എന്നാണ് അറിയപ്പെടുന്നത്. സെപ്റ്റംബർ 6 മുതൽ 9 മണി മുതൽ സെപ്റ്റംബർ 9 രാവിലെ 6 മണി വരെ ആയിരിക്കും ആദ്യ തവണ ഈ മോട്ടോർവേ അടച്ചിടുന്നത്. സെപ്റ്റംബർ 20 രാത്രി 9 മണി മുതൽ സെപ്റ്റംബർ 23 രാവിലെ 6 മണി വരെ ആയിരിക്കും രണ്ടാം തവണ അടച്ചിടുക. ഇതുവഴി കിഴക്കോട്ടുള്ള ഗാരേജ് വേയിൽ ജംഗ്ഷൻ 18നും 20നും ഇടയിലും, പടിഞ്ഞാറോട്ടുള്ള ഗാരേജ് വേയിൽ ജംഗ്ഷൻ 19നും 20നും ഇടയിൽ വഴിയിൽ പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്യും. ഈ സമയം റെയിൽവേ പാലവും അടച്ചിടും. ഇതുവഴി റെയിൽ ഗതാഗതവും ഉണ്ടായിരിക്കില്ല. അടുത്തുള്ള നോർത്ത് യോർക്ക്ഷയർ സെൽബിയിലെ ട്രാക്സ് പവർ സ്റ്റേഷനിലേക്കുള്ള സപ്ലൈകൾ കൊണ്ടുപോകുന്ന ഫ്രൈറ്റ് എഞ്ചിൻ ഉൾപ്പെടെയുള്ളവ ഓടുകയില്ല. റോഡ് വീണ്ടും തുറന്നു കൊടുത്താലും ഒക്ടോബർ പകുതി വരെ 2 ലൈനുകളിൽ മാത്രമായിരിക്കും ഗതാഗതം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അപ്ഡേറ്റ് എല്ലാ ഡ്രൈവേഴ്സ്മാരിലേക്ക് എത്തിക്കുക. ഇവിടെ യാത്ര ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങൾ വരുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എല്ലാ ഡ്രൈവേഴ്സിനും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.